തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പടർന്നുകിടക്കുന്ന വലിയൊരു വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ഇതറിയപ്പെടുന്നത്. ലോകത്ത് അവശേഷിച്ചിട്ടുള്ള മഴക്കാടുകളുടെ പകുതിയും ആമസോണിലാണ്. ഉഷ്ണമേഖലാ മഴക്കാടുകളുടെ ഏറ്റവും ജൈവവൈവിധ്യമേറിയതും വലുതുമായ മഴക്കാടും ഇതുതന്നെയാണ്. ഭൂമിയുടെ 6 മുതൽ 90% ഓക്സിജനും നൽകുന്നത് ആമസോൺ മഴക്കാടുകളാണ്. എല്ലാവർക്കും മിസ്റ്ററി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആമസോൺ മഴക്കാടുകളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രസകരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി വിഷയത്തിലേക്ക് വരാം. 5.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. ബ്രസീൽ, ബൊളീവിയ, പെറു, ഇക്വഡോർ, കൊളംബിയ, വെനസ്വല, ഗയാന, സുറിന, ഫ്രഞ്ച് ഗയാന എന്നീ 9 രാജ്യങ്ങളിലായാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഈ മഴക്കാടുകളുടെ 60% ബ്രസീലിലാണ്. വലിയ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ ഭൂമിയിലെ മൊത്തം ഓക്സിജന്റെ 6 മുതൽ 9% വരെ നൽകുന്നത് ആമസോൺ മരങ്ങളും സസ്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെയാണ് ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. ആമസോൺ കാടുകളിലെ ഇടതൂർന്ന സസ്യങ്ങൾ ഒരു ഭീമൻ എയർ പ്യൂരിഫയർ ആയാണ് പ്രവർത്തിക്കുന്നത്. അവ കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് ഓക്സിജനെ പുറത്തുവിടുന്നു. അപകടകരമായ നിരവധി മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ മഴക്കാടുകൾ. വിഷ ഉരകങ്ങൾ മുതൽ ഇരപിടിച്ച് ജീവിക്കുന്ന ജീവികൾ വരെ നിരവധി അപകടകരമായ ജീവികളെയും ആമസോൺ മഴക്കാടുകളിൽ കാണാൻ സാധിക്കും. വാസ്തവത്തിൽ 10 മനുഷ്യരെ വരെ കൊല്ലാൻ പോയിസൺ ഡാർക്ക് ഫ്രോഗ് എന്ന തവളവർഗത്തിന് കഴിയും. ആമസോൺ കാടുകളിൽ കണ്ടുവരുന്ന ഏറ്റവും അപകടകാരികളായ 8 ജീവികളാണ് ഗ്രീൻ അനാക്കോണ്ട, പോയിസൺ ഡാർക്ക് ഫ്രോഗ്, ബ്രസീലിയൻ ചിലന്തി, ജാഗ്വർ, ഇലക്ട്രിക് ഈൽ, സൗത്ത് അമേരിക്കൻ റാഫിൾ സ്നേക്ക്, ബുള്ളറ്റ് ആൻഡ്, പിരാനകൾ എന്നിവ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. അത് നൈൽ നദിയാണ്. എന്നാൽ വ്യാപ്തി അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ നദിയാണ്. ദൈർഘ്യമനുസരിച്ച് ലോകത്തിലെ 2ാമത്തെ നദിയുമാണ് ഇത്. 17 പോഷക നദികളുള്ള ഈ നദിയിൽ സെക്കൻഡിൽ 55 ദശലക്ഷം ഗാലൻ ജലം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകുന്നു. ലോകത്തിലെ മൊത്തം ജീവി ഇനങ്ങളുടെയും 10%, ലോകത്തെ അറിയപ്പെടുന്ന പക്ഷികളുടെ 20% ആമസോൺ കാടുകളിലാണ് വസിക്കുന്നത്. ഭൂമിയിലെ മറ്റേതൊരു ഭൗമപരിസ്ഥിതി വ്യവസ്ഥയെക്കാളും കൂടുതലിനം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ആമസോൺ മഴക്കാടുകൾ. ആമസോൺ മഴക്കാടുകളിൽ കാർഷിക പ്രവർത്തനങ്ങൾ സുസ്ഥിരമല്ല. വളരെ കാലം വിളകളെ താങ്ങാൻ കഴിയാത്ത വന്ധ്യതയുള്ള മണ്ണാണ് ഈ പ്രദേശത്തുള്ളത്. മഴക്കാടുകളിൽ താമസിക്കുന്നവർ പലപ്പോഴും മാറിപ്പോകേണ്ടതിന്റെ കാരണവും ഇതുതന്നെയാണ്. മണ്ണ് കുപ്രസിദ്ധമായി നേർത്തതും പോഷകദാരിദ്ര്യവുമാണ്. അതിശയമെന്ന് പറയട്ടെ, ധാതുക്കളുടെ അളവ് കുറവാണെങ്കിലും സമ്പന്നമായ മഴക്കാടുകൾ മണ്ണിൽ വളരുന്നു. ആമസോണിലെ ഏറ്റവും ഉയർന്ന ശബ്ദമുള്ള ജീവിയാണ് ടൂക്കൻ. ആർബോറിയൽ പഴം തിന്നുന്ന ഈ പക്ഷികളുടെ തിളക്കമാർന്ന നിറം ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ മറ്റുള്ള ജീവികളിൽ നിന്നും മറയ്ക്കാൻ ഇവയെ സഹായിക്കുന്നു. ആമസോണിന്റെ ഏറ്റവും സമ്പന്നമായ ആവാസ വ്യവസ്ഥയിൽ 40,000 സസ്യങ്ങൾ, 1300 പക്ഷി മൃഗാദികൾ, 2200 തരം മത്സ്യങ്ങൾ, 427 തരം സസ്തനികൾ, 430 ഉഭയജീവികൾ, 380 ഉരകങ്ങൾ, 2.5 ദശലക്ഷം വ്യത്യസ്ത പ്രാണികൾ എന്നിവയുണ്ട്. ഇത് ലോകത്തിലെ അറിയപ്പെടുന്ന ജൈവ വൈവിധ്യത്തിന്റെ 10% അഭയം നൽകുന്നു. പക്ഷികളിലെയും മത്സ്യത്തിന്റെയും 1/5 ആമസോൺ മഴക്കാടുകളിൽ താമസിക്കുന്നു. ആമസോൺ മഴക്കാടുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കവിടെ ധാരാളം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. വിക്ടോറിയ ആമസോണിക്ക എന്ന പേരുള്ള ഈ വാട്ടർ ലില്ലികൾ വളരെ വലുതും കരുത്തുറ്റതുമാണ്. ഒരു കുട്ടിയുടെ മാത്രമല്ല, വളർന്നു വലുതായ ഒരു മനുഷ്യന്റെ ഭാരം വരെ ഇവയ്ക്ക് താങ്ങാൻ സാധിക്കും. വ്യത്യസ്ത കോണുകളിൽ നിന്ന് നിങ്ങൾ ആമസോൺ മഴക്കാടുകളെ നോക്കുമ്പോൾ ഈ പ്രദേശത്തെ ഏറ്റവും അവിശ്വസനീയമായ ചില സൃഷ്ടികളെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. അതിലൊന്നാണ് ഗോലിയാത്ത് ബേർഡ് ഈറ്റർ.
അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പക്ഷികളെ ഭക്ഷിക്കാൻ കഴിയുന്ന വലിപ്പമുള്ള ചിലന്തിയാണിത്. ഇവയുടെ ശരീരത്തിന്റെ നീളം 13 സെന്റിമീറ്റർ ആണ്. ഭാഗ്യവശാൽ ഇത് മനുഷ്യർക്ക് അപകടകരമല്ല. എന്നിരുന്നാലും നിങ്ങൾ അതിന്റെ മുഷിഞ്ഞ മുടിയിൽ സ്പർശിച്ചാൽ ചൊറിച്ചിലുണ്ടാവുകയും അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യാം. ആമസോൺ നദിക്ക് പുറമെ ആമസോൺ മഴക്കാടുകളിൽ മറ്റൊരു നദിയുണ്ട് എന്നത് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയൂ. അവിടെ ഒരിക്കലും നീന്താൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. കാരണം ദ ബോയിലിംഗ് റിവർ എന്നാണ് ഇതറിയപ്പെടുന്നത്. അത് ഈ പേര് നേടിയത് യാദൃച്ഛികമല്ല. ഇത് അക്ഷരാർത്ഥത്തിൽ തിളച്ചു മറിയുന്നതാണ്. ചിലപ്പോൾ ഇതിന്റെ താപനില 93 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. എല്ലാ ജീവജാലങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നീരാവി അതിന്റെ ഉപരിതലത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. രസകരമെന്ന് പറയട്ടെ, അത്രയും തീവ്രമായ താപനിലയുടെ കാരണം ഇതുവരെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടില്ല. ആമസോൺ മഴക്കാടുകൾ വളരെ വലുതാണ്. ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന മഴക്കാടുകളുടെ പകുതിയിലധികവും ഇതിൽ ഉൾക്കൊള്ളുന്നു. അയർലൻഡും UK-യും 17 തവണ കൂട്ടിച്ചേർത്താൽ മാത്രമാണ് 5.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ മഴക്കാടിനോളം വലിപ്പം ഉണ്ടാവുകയുള്ളൂ. ആമസോൺ മഴക്കാടുകളിൽ 400 മുതൽ 500ഓളം തദ്ദേശീയരായ ഗോത്രവർഗക്കാർ താമസിക്കുന്നു. അതിൽ 50ഓളം പേർക്കേ അവരുടേതായ ഭാഷയും സംസ്കാരവുമുള്ളൂ. അവർ പുറം ലോകവുമായി ഒരിക്കലും സമ്പർക്കം പുലർത്തിയിട്ടില്ല. അവർ നാടോടികളായ വേട്ടക്കാരും ഒത്തുചേരുന്നവരുമാണ്. അവർക്ക് നിരന്തരം സഞ്ചരിക്കേണ്ടതുണ്ട്. വനനശീകരണവും കന്നുകാലി വളർത്തലും കാരണം ആമസോണിൽ ഓരോ ദിവസവും 137 ഇനം സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കും വംശനാശം സംഭവിക്കുന്നു. ആമസോണിലെ ഏറ്റവും ഉയരമുള്ള വൃക്ഷമാണ് കെപ്പോക് വൃക്ഷം. മറ്റു മഴക്കാടുകളെക്കാൾ 200 അടി വരെ ഉയരത്തിൽ ഈ വൃക്ഷം വളരുന്നു. ആമസോണിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കാടിന്റെ നിലത്ത് പതിക്കാൻ ഏകദേശം 10 മിനിറ്റ് എടുക്കും. കാരണം വനം വളരെ നിബിഡമായതിനാൽ നിലം എപ്പോഴും ഇരുട്ടിലായിരിക്കും. സൂര്യപ്രകാശത്തിന്റെ 1% മാത്രമേ ഈ വനഭൂമിയുടെ നിലത്ത് പതിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആമസോൺ കാട്ടിലൂടെ സഞ്ചരിക്കുന്നത് നമ്മെ നന്നേ ഭയപ്പെടുത്തും. 2007 മാർട്ടിൻ സ്റ്റെൽ എന്നയാൾ അതിമാരകമായ കാട്ടിലൂടെ ഒഴുകുന്ന ആമസോൺ നദിയുടെ മുഴുവൻ നീളവും നീന്തി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. 5268 കിലോമീറ്റർ എന്ന നദിയുടെ മൊത്തം നീളം ഒരു ദിവസം 10 മണിക്കൂർ വീതം നീന്തിക്കൊണ്ട് വെറും 66 ദിവസങ്ങൾ കൊണ്ട് നീന്തി പൂർത്തിയാക്കി. വെറും നദിയല്ല, ആരും ഭയപ്പെടുന്ന മനുഷ്യസഞ്ചാരമില്ലാത്ത കാട്ടിലൂടെ ഒഴുകുന്ന നദിയിലൂടെ നീന്താൻ കാണിച്ച ആ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. എന്നാൽ ഇയാൾക്കിതൊരു പൂ പറിക്കുന്ന ജോലിയാണെന്നാണ് ഇയാളെക്കുറിച്ച് അറിയുന്നവർ പറയുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ 4 നദികളിൽ നീന്തിയതിന്റെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. 2007 ഒരാൾ മാർട്ടിൻ സ്റ്റെലിനോട് നീന്താനായി നൈലിനെ തിരഞ്ഞെടുക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ നൈൽ ദൈർഘ്യമേറിയതാണെങ്കിലും വലിയ വെല്ലുവിളിയല്ല. ഇതൊരു ചെറിയ അരുവിയാണ്. എന്നാൽ ആമസോൺ കുറച്ചുകൂടെ ശക്തമാണ് എന്നാണ് മാർട്ടിൻ സ്റ്റെൽ അപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണ് ഇദ്ദേഹം ആമസോൺ നദി നീന്താനായി തിരഞ്ഞെടുത്തത്. സമാധാനത്തിനും സൗഹൃദത്തിനും ശുദ്ധമായ വെള്ളത്തിനും വേണ്ടി നീന്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ആമസോണിൽ കാണപ്പെടുന്ന ആകർഷകമായ ഒരു മത്സ്യമാണ് പിരാരുകു. ഇത് അരപ്പൈമ, പൈച്ചേ എന്നും അറിയപ്പെടുന്നു. ഭീമാകാരമായ മാംസം ഭക്ഷിക്കുന്ന പിരാരുകു ഏകദേശം 3 മീറ്റർ വരെ നീളത്തിൽ വളരുകയും ചെയ്യും. ഇതിനെ ഏറ്റവും മാരകമാക്കുന്നത് വായുടെ മുകൾവശവും നാവിലും പല്ലുകളുണ്ട് എന്നുള്ളതാണ്. ബീജസങ്കലനത്തിന് അത്യന്താപേക്ഷിതമായി ഫോസ്ഫറസ് വിതരണം ചെയ്യുന്നതിലൂടെ സഹാറ ആമസോൺ മഴക്കാടുകളെ വളരെയധികം സ്വാധീനിക്കുന്നു. സഹാറയിൽ നിന്ന് ഫോസ്ഫറസ് അടങ്ങിയ പൊടിക്കാറ്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ വീശുകയും അത് മഴക്കാടുകളിലേക്ക് എത്തുകയും സസ്യങ്ങൾക്ക് വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ട്രാൻസ് ആമസോണിയൻ ഹൈവേയുടെ ഭാഗമായി നടത്തിയ വനനശീകരണം കാരണം ആമസോണിന് അതിന്റെ വലിപ്പത്തിന്റെ 20% നഷ്ടപ്പെട്ടു. കന്നുകാലികളെ മേയ്ക്കുന്നതിനായി ധാരാളം സസ്യങ്ങൾ ഉപയോഗിക്കുന്നതും വിളവുൽപാദനത്തിനായി ഓരോ സെക്കൻഡിലും 1.5 ഏക്കർ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല എങ്കിൽ വെറും 40 വർഷത്തിനുള്ളിൽ ആമസോൺ മഴക്കാടുകൾ പൂർണ്ണമായും നശിക്കുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. ലോകമെമ്പാടും നമുക്ക് ലഭിക്കുന്ന 80% ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നത് ആമസോൺ മഴക്കാടുകളിൽ നിന്നാണ്.
ആമസോണിൽ വളരുന്ന 3000-ലധികം പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ്. ഓറഞ്ച്, ചെറുനാരങ്ങ, അവക്കാഡോ, തേങ്ങ, മുന്തിരിങ്ങ, മാമ്പഴങ്ങൾ, പൈനാപ്പിൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ലോകത്തെ പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിന്റെ 1/4 ആമസോൺ മഴക്കാടുകളിൽ നിന്നുള്ള ചേരുവകൾ ഉപയോഗിക്കുന്നു. ക്യാൻസർ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സസ്യങ്ങളിൽ 70% ആമസോണിൽ നിന്നുള്ളവയാണ്. അതായത് ഔഷധ സസ്യങ്ങളുടെ ഒരു അപൂർവ കലവറ തന്നെയാണ് ആമസോൺ മഴക്കാടുകൾ. 2005 മുതൽ 2010 വരെ ആമസോൺ മഴക്കാടുകൾ കടുത്ത വരൾച്ചയെ നേരിട്ടിരുന്നു. ആമസോൺ നദിയുടെ പോഷക നദികളിലൊന്നായ റിയോ നിഗോ അതിന്റെ എക്കാലത്തെയും ഏറ്റവും താഴ്ന്ന ജലനിരപ്പിലെത്തി. ഉണങ്ങി നശിച്ചുപോയ മരങ്ങൾ കാരണം കാട്ടുതീയുടെ ആവൃത്തിയും വർദ്ധിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ആമസോൺ മഴക്കാടുകൾക്ക് നാശനഷ്ടമുണ്ടാക്കാം. കാരണം ആഗോള താപനില വെറും 3 ഡിഗ്രി വർദ്ധിച്ചാൽ ആമസോൺ മഴക്കാടുകളുടെ 75% നശിക്കപ്പെടാം. ആഗോള താപനില കാരണം 100 വർഷത്തിനുള്ളിൽ മഴക്കാടുകൾ മരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. താപനില ഉയർച്ചയുടെ ആഘാതം ഇപ്പോൾ വ്യക്തമായില്ലെങ്കിലും സാവധാനം നമുക്കവ ദൃശ്യമാകും. പെറുവിലെ തമ്പോപ്പത്ത് നാഷണൽ റിസർവ് സന്ദർശിക്കുകയായിരുന്ന ട്രോയ് അലക്സാണ്ടർ ആണ് 2013 ഈ സിൽക്ക് ഹെഞ്ച് ചിലന്തിയെ ആദ്യമായി കണ്ടെത്തിയത്. അദ്ദേഹം അതിന്റെ ചിത്രമെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. എന്നാൽ ഇത് അജ്ഞാതമായ ഒരു പ്രതിഭാസമായതിനാൽ ആർക്കും സഹായിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അതിന് സിൽക്ക് ഹെഞ്ച് എന്ന പേര് നൽകി. എന്നാൽ ഇപ്പോഴും ഈ ചിലന്തി എന്താണ് സൃഷ്ടിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഉറുമ്പുകളിൽ നിന്ന് മുട്ടകളെയും ചിലന്തികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഘടന സൃഷ്ടിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ആമസോൺ മഴക്കാടുകൾ അവിശ്വസനീയമായ ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും പേരുകേട്ടതാണെങ്കിലും അതിന്റെ വലിയ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ നിരവധി തദ്ദേശീയമായ ഗോത്രങ്ങളെയും അവിടെ കാണാൻ സാധിക്കും. 21 ദശലക്ഷം ആളുകളുടെ വീടാണ് ആമസോൺ. തദ്ദേശവാസികൾ എല്ലായ്പ്പോഴും അവിടെ താമസിക്കുകയും അവരുടെ ഭക്ഷണവും വസ്ത്രവും മരുന്നും എല്ലാം കാട്ടിൽ നിന്നും എടുക്കുകയും ചെയ്യുന്നു. പരിസ്ഥിതി വ്യവസ്ഥയ്ക്ക് ഒരു ദോഷവും വരാതെ അവർ സുസ്ഥിരമായി ഈ ദേശങ്ങളിൽ താമസിക്കുന്നു. പെസ്റ്റലോട്ടിയോപ്സിസ് മൈക്രോസ്പോറ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗസ് ആഗോള പ്ലാസ്റ്റിക് മലിനീകരണ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കും. ഇയാൻ യൂണിവേഴ്സിറ്റിയിലെ പ്രിയ ആനന്ദ് എന്ന വിദ്യാർത്ഥിനിയാണ് ആമസോൺ മഴക്കാടുകളിൽ നിന്ന് ഇത് കണ്ടെത്തിയത്. 60ഓളം സാമ്പിളുകൾ അവർ പരിശോധിച്ചു. അവയിലൊന്ന് ഓക്സിജൻ ഇല്ലാതെ വളരാനും അതിജീവിക്കാനും കഴിയുമെന്നതിനാൽ ഇവ പ്രത്യേകിച്ചും പ്രാധാന്യം അർഹിക്കുന്നു. സമുദ്രങ്ങളിലെയും ഓക്സിജൻ ഇല്ലാത്ത മറ്റ് സ്ഥലങ്ങളിലെയും പ്ലാസ്റ്റിക് ഇല്ലാതാക്കുന്നതിനുള്ള ശക്തമായ ഉപകരണമായി ഈ ഫംഗസിനെ കണക്കാക്കപ്പെടുന്നു. ഇതിനെക്കുറിച്ചുള്ള ഗവേഷണം പ്രാരംഭഘട്ടത്തിലാണ്. പക്ഷേ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൊന്ന് പരിഹരിക്കാൻ ഈ ഫംഗസിന് കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു. ഉറുമ്പുകടി ഒരു തവണ പോലും ഏൽക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു ഉറുമ്പുണ്ട്. അത് ആമസോൺ മഴക്കാടുകളിൽ വസിക്കുന്നു. എന്ന് മാത്രമല്ല, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പാണ്. ആ ഉറുമ്പിന്റെ പേര് ബുള്ളറ്റ് ഉറുമ്പെന്നാണ്. ഈ ഉറുമ്പിന്റെ പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. ഒരുപക്ഷെ അതിന്റെ കടിയേറ്റ വേദനയെ ബുള്ളറ്റ് ഷോട്ടിൽ നിന്നുള്ള വേദനയുമായി താരതമ്യപ്പെടുത്തുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു പേര് വന്നത്. ഈ ഉറുമ്പിന്റെ കടിയേറ്റ വേദന 24 മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. ആമസോൺ മഴക്കാടുകളിൽ കാണുന്ന ഭീമാകാരമായ ഒരു പുഷ്പമുണ്ട്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് അമോർഫോഫാലസ് ടൈറ്റാനം. ഇതൊരു വിചിത്രമായ പുഷ്പമാണ്. അതിനൊരു വിളിപ്പേര് കൂടിയുണ്ട്. എന്താണെന്നല്ലേ? ശവപുഷ്പം. അടിപൊളി പേരല്ലേ? അത് കാരണം ഇത് വിരിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന മണം ഓക്കാനമുണ്ടാക്കും. എന്നാൽ 40 വർഷത്തെ ഈ സസ്യത്തിന്റെ ആയുസ്സിൽ അപൂർവമായി മാത്രമേ ഇവ പുഷ്പിക്കാറുള്ളൂ. വേഷപ്രച്ഛന്നരായി മാറുന്ന പലതരം ജീവികളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ അതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത ഒരാൾ ആമസോൺ മഴക്കാടുകളിൽ ഉണ്ട്. അതിന്റെ പേര് ലീഫ് മിമിക് കാറ്റഡിഡ് എന്നാണ്. ഇതൊരു ശാഖയിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ ഒരു ഇലയിൽ നിന്ന് വേർതിരിക്കുന്നത് അസാധ്യമാണ്. ഇതും അല്പം വിചിത്രമായി തോന്നുന്നു അല്ലേ? ഒരു വൃക്ഷത്തിന്റെ എല്ലാ ഊർജവും ശക്തിയും വറ്റിക്കാൻ പഴങ്ങൾ ആക്രമിക്കുന്നത് പോലെയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇത് ബ്രസീലിയൻ ഗ്രേപ്പ് മരം വളരുന്ന വിചിത്രമായ രീതിയാണ്. ജപ്പോട്ടിക്കാബ എന്നാണ് ഈ വൃക്ഷം അറിയപ്പെടുന്നത്. ഇവ ആമസോൺ മഴക്കാടുകളിലും ബ്രസീലിലെ ചില സംസ്ഥാനങ്ങളിലും തെക്കേ അമേരിക്കയിലെ ചില രാജ്യങ്ങളിലും മാത്രമേ വളരുകയുള്ളൂ. മാത്രമല്ല ഇവ മുന്തിരിപ്പഴം പോലെ രുചിയുള്ളതുമാണ്.
ആമസോൺ നദിയിലെ ഏറ്റവും അവിശ്വസനീയമായ ഒന്നാണ് പിങ്ക് ഡോൾഫിൻ. പിങ്ക് ഡോൾഫിനുകൾക്ക് മനുഷ്യരെക്കാൾ വലുതായി വളരാൻ സാധിക്കും. അവയെക്കുറിച്ചുള്ള രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. ഈ ഡോൾഫിനുകൾക്ക് വൈകുന്നേരങ്ങളിൽ സുന്ദരന്മാരായ മനുഷ്യനായി മാറാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. പുരുഷന്മാരായി വേഷം മാറിയ അവർ യുവതികളെ ഹിപ്നോട്ടൈസ് ചെയ്ത് വശീകരിക്കുകയും സൂര്യോദയത്തിന് തൊട്ടു മുൻപ് വീണ്ടും ഡോൾഫിനുകളായി മാറുമെന്നാണ് ഐതിഹ്യം. എന്നാൽ എന്തുകൊണ്ടാണ് ഇവയ്ക്ക് പിങ്ക് നിറം എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് അറിവില്ല. ഭീമാകാരമായ ജീവികൾക്കും മറ്റും പേരുകേട്ട ആമസോൺ മഴക്കാടുകളിൽ കണ്ടുവരുന്ന ഒന്നുകൂടിയുണ്ട്, റഫ്ലേഷ്യ ഫ്ലവർ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ്. ഈ ചെടിക്ക് വേരോ കാണ്ഡമോ ഇലകളോ ഒന്നും തന്നെയില്ല. മാത്രവുമല്ല, മാംസം ചീഞ്ഞഴുകുന്നതിന്റെ ഗന്ധം ഓർമ്മിപ്പിക്കുന്ന ഗന്ധത്തിനും ഇത് പ്രശസ്തമാണ്. ഡിസ്കവറി ചാനലിലോ നാഷണൽ ജിയോഗ്രഫിക്കിലോ ഈ തവളയെ മുൻപ് കണ്ടിരിക്കാം. ഗ്ലാസ് തവളകൾ എന്ന് വിളിക്കുന്ന ഇവ ആമസോൺ മഴക്കാടുകളിൽ വസിക്കുന്നു. ഇവയ്ക്ക് സാധാരണയായി പച്ച നിറമാണ്. മാത്രമല്ല, ചർമ്മത്തിന്റെ സുതാര്യതയ്ക്ക് പേരുകേട്ട ഇവയുടെ ആന്തരിക അവയവങ്ങൾ ദൃശ്യമാവുകയും ചെയ്യുന്നു. അത് കാരണം തവളയുടെ ശരീരം ചുറ്റുപാടുകളുടെ നിറമെടുക്കുകയും വേട്ടക്കാർക്ക് ഇവയെ കാണാൻ പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്നു. വെള്ളത്തിലോടാനുള്ള അവിശ്വസനീയമായ കഴിവുള്ള ഒരു ലിസാർഡ് ആമസോൺ മഴക്കാടുകളിലുണ്ട്. അവയെ ജീസസ് ലിസാർഡ് എന്നാണ് വിളിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി വേട്ടയാടുമ്പോഴോ അല്ലെങ്കിൽ വേട്ടക്കാരിൽ നിന്ന് ഓടേണ്ടി വരുമ്പോഴോ അപകടമുണ്ടാകുമ്പോഴോ ഇവർ ഈ കഴിവ് ഉപയോഗിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ നടക്കാൻ കഴിയുന്ന ഒരു വൃക്ഷം കൂടിയുണ്ട് ആമസോൺ കാടുകളിൽ. വാക്കിംഗ് പാം എന്നാണ് ഇതറിയപ്പെടുന്നത്. സൂര്യപ്രകാശം ലഭിക്കുന്നതിനായി അതിലേക്ക് വളരുവാൻ പുതിയ വേരുകൾ വളരുകയും പഴയ വേരുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും സാഹചര്യത്തിൽ സൂര്യപ്രകാശത്തിന് തടസ്സമുണ്ടായാൽ അത് ലഭിക്കുന്ന സ്ഥലത്തേക്ക് അവ നീങ്ങുന്നു. എന്നാൽ ഇവയുടെ ചലനത്തിന്റെ വേഗത വളരെ മന്ദഗതിയിലാണ്. 1 മീറ്റർ നീങ്ങാൻ വർഷങ്ങളെടുക്കും. ആമസോൺ മഴക്കാടുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇനി വരുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.